ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തന്റെ വചനത്തിന് മുമ്പേ നമുക്ക് വരുവാൻ കർത്താവ് ഒരവസരം കൂടെ നൽകി തന്നല്ലോ. നമ്മുടെ ഇന്നത്തെ ശ്രദ്ധയ്ക്കായി നമ്മൾ യെശയ്യാ പ്രവചനം അതിൻ്റെ 34 അധ്യായമാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്. ഐസയ ചാപ്റ്റർ 34. നമ്മുടെ വേദപുസ്തകങ്ങൾ നമുക്ക് തുറക്കാം. സ്ക്രീനിൽ വാക്യങ്ങൾ കാണാമെങ്കിലും നമ്മുടെ കയ്യിലുള്ള ദൈവത്തിൻ്റെ വചനം തുറന്ന് നമുക്ക് അതീന്ന് ദൈവവചനം വായിക്കാം. യെശയ്യാ 34 അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ വായിക്കാം. ഹല്ലേലൂയ. ജാതികളെ അടുത്തു വന്നു കേൾപ്പിൻ, വംശങ്ങളെ ശ്രദ്ധ തരുവിൻ. ഭൂമിയും അതിന്റെ നിറവും ഭൂതലവും അതിൽ മുളയ്ക്കുന്നതൊക്കെയും കേൾക്കട്ടെ. ഇവിടെ ആദ്യത്തെ വാക്യം നമ്മൾ പ്രാർത്ഥനയോട് ദൈവവചനം ധ്യാനിക്കാം. കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം ദൈവം തൻ്റെ ജനം യഹൂദയും പിന്നെ അശൂരികളോടും ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ 34 അധ്യായം വരുമ്പോൾ ഇവിടെ വ്യത്യസ്തമായ ഒരു സന്ദേശമാണ്. നമുക്ക് ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിക്കാം. ജാതികളെ അടുത്തു വന്ന് കേൾപ്പീൻ, വംശങ്ങളെ ശ്രദ്ധ തരുവിൻ. ഭൂമിയും അതിന്റെ നിറവും ഭൂതലവും അതിൽ മുളയ്ക്കുന്നതൊക്കെയും കേൾക്കട്ടെ. ഇനിയും ഈ 34 അധ്യായം പ്രത്യേക വംശം ജാതിനോടുള്ള സന്ദേശമല്ല. സകല ജാതികളും സകല വംശങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചന. നിങ്ങൾ ഒന്ന് അടുത്തുവാ, പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. അതുകൊണ്ട് സകല വംശങ്ങൾ അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും ഒന്ന് അടുത്തു വന്നേ, ശ്രദ്ധിച്ച് കേൾക്കണം. ഇനിയും കേൾക്കാൻ പോകുന്ന വിഷയങ്ങൾ അത്ര ഗൗരവമായുള്ള വിഷയങ്ങളാണ്. വായിച്ച അതിന്റെ 2 ഭാഗം. യഹോവയ്ക്ക് സകല ജാതികളോടും കോപവും അവന്റെ സർവ്വസൈന്യത്തോടും ക്രോധവുമുണ്ട്. അവൻ അവരെ ശപഥാർപ്പിതമായി കൊലയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ സർവശക്തനായ ദൈവത്തിന് സകല ജാതികളോട് ക്രോധമുണ്ട്. ഒന്ന് നിന്ന് നമ്മൾ ആ വിഷയം ഒന്ന് ശ്രദ്ധിക്കാം. എല്ലാരെയും ഒന്ന് അടുത്ത് വിളിച്ചിട്ട് സകലരോട് പറയാനുള്ള ദൈവത്തിൻ്റെ സന്ദേശം എന്താ? എനിക്ക് സകല ജാതിനോട് എനിക്ക് ക്രോധമുണ്ട്. ഞാൻ എന്തോ ചെയ്തിട്ടുണ്ട്? അവരെ കൊലയ്ക്ക്, സകല ജാതികളെ കൊലയ്ക്കായി ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. ഇന്നത്തെ കാലം നമ്മൾ, പ്രത്യേകിച്ച് വിശ്വാസികൾ, നമുക്ക് ഇങ്ങനത്തെ ഒരു വചനം ദൈവം നമ്മളോട് ഈ രീതിയിൽ സംസാരിച്ചാൽ അത് ദൈവം സംസാരിക്കുവാനോന്ന് സ്വീകരിക്കുവാൻ ഇന്ന് ഒത്തിരി പേർക്ക് പ്രയാസം കാണും. ദൈവത്തിന് എൻ്റെ പുറത്ത് കോപമുണ്ടോ, ക്രോധമുണ്ടോ? കാരണം നമ്മൾ കേട്ട് ശീലിച്ച സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങൾ എങ്ങനെ? ദൈവം സ്നേഹിക്കുന്നു. എൻ്റെ മകനെ, എൻ്റെ മകളെ, ഞാൻ നിനക്ക് വേണ്ടി വിശാലമായ വാതിലൊക്കെ തുറന്നു തന്നിട്ടുണ്ട്. ഒരിക്കലും ദൈവം കോപമുള്ളവൻ അല്ലെ ക്രോധമുള്ളവൻ അങ്ങനത്തെ ദൈവത്തെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. നമ്മൾ എപ്പോഴും കേട്ടോണ്ടിരുന്നത് ദൈവം സ്നേഹിക്കുന്നു, കരുണയുള്ളവൻ, കൃപയുള്ളവനാ, ക്രൂശിൽ നമുക്ക് വേണ്ടി വില കൊടുത്തല്ലോ. ഇനിയും ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല, ഭാരപ്പെടേണ്ട ഒരാവശ്യമില്ല. ജാതികളുടെ ചിന്തയൊന്നും നോക്കിയേ. അവരെങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ബദ്ധപ്പാടില്ല. എങ്ങനെയെങ്കിലും അർപ്പണങ്ങൾ കൊടുത്ത്, ദാനങ്ങൾ കൊടുത്ത്, പുണ്യപ്രവർത്തികൾ ചെയ്ത് ദൈവത്തിൻ്റെ പ്രസാദം നേടാൻ ജാതികൾ ബന്ധപ്പെടുക. ഒരു സൈഡിൽ
തന്നെ താൻ വിശ്വാസികൾ പറയുന്നവരുണ്ട്, മറ്റേ സൈഡിൽ ജാതികളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവ് സ്പഷ്ടമായി പറയുന്ന സകല ജാതിയോട് ദൈവത്തിന് ക്രോധമുണ്ട്. സംഹാരത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അതിൻ്റെ 3-ാമത്തെ വാക്യം, അവരുടെ ഹതന്മാരെ എറിഞ്ഞു കളയും, അവരുടെ ശവങ്ങളിൽ നിന്നും നാറ്റം പുറപ്പെടും, അവരുടെ രക്തം കൊണ്ട് മലകൾ ഒഴുകിപ്പോകും. അതിൻ്റെ 4-ാമത്തെ വാക്യം, ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും, ആകാശവും ഒരു ചുരുൾ പോലെ ചുരുണ്ടുപോകും, അതിലെ സൈന്യമൊക്കെയും മുന്തിരിവള്ളിയുടെ ഇല വാടിപ്പൊഴിയുന്നത് പോലെയും അത്തിവൃക്ഷത്തിന്റെ കായ് വാടി പൊഴിയുന്നത് പോലെയും പൊഴിഞ്ഞു പോകും. അതിന്റെ താഴെ, എന്റെ വാൾ സ്വർഗത്തിൽ ലഹരിച്ചിരിക്കുന്നു, അത് ഏദോമിന്മേലും എന്റെ ശബ്ദാർപ്പിത ജാതിയുടെ മേലും ന്യായവിധിക്കായി ഇറങ്ങിവരും. യഹോവയുടെ വാൾ രക്തം പുരണ്ടും കൊഴുപ്പ് പൊതിഞ്ഞും ഇരിക്കുന്നു. കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ടും ആട്ടുകൊറ്റന്മാരുടെ മൂത്രപിണ്ഡങ്ങളുടെ കൊഴുപ്പ് കൊണ്ടും തന്നെ യഹോവയ്ക്ക് ബൊസ്രയിൽ ഒരു യാഗവും ഏദോം ദേശത്ത് ഒരു മഹാസംഹാരവുമുണ്ട്. അവയോടുകൂടെ കാട്ടുപോത്തുകളും കാളകളോടുകൂടെ മൂരികളും വീഴും. അവരുടെ ദേശം രക്തം കുടിച്ച് ലഹരി പിടിക്കും. അവരുടെ നിലം കൊഴുപ്പുകൊണ്ട് നിറഞ്ഞിരിക്കും. അത് യഹോവ പ്രതികാരം നടത്തുന്ന ദിവസവും സിയോന്റെ വ്യവഹാരത്തിൽ പ്രതിഫലം കൊടുക്കുന്ന സംവത്സരവുമാകുന്നു. ഇവിടെ നിന്നാൽ നമ്മൾ കഴിഞ്ഞ വായിച്ച ആ വേദഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, ദൈവത്തിന്റെ ഉഗ്ര കോപത്തിൽ സംഭവിക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഈ അധ്യായം 34-ാമത്തെ അധ്യായം നമ്മൾ ശ്രദ്ധിച്ചാൽ, കർത്താവായ യേശുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ടു മുമ്പേ കർത്താവിൻ്റെ 2-ാം വരവിൽ കർത്താവും മനുഷ്യൻ തമ്മിൽ സംഭവിക്കാൻ പോകുന്ന വലിയ യുദ്ധത്തിന്റെ വിഷയങ്ങളായത്. അർമഗദോൻ യുദ്ധം. ഇവിടെ നമ്മൾ വായിച്ചല്ലോ 8-ാമത്തെ വാക്യം, ഫോർ ഇറ്റ് ഈസ് ദ ഡേ ഓഫ് ദ ലോർഡ്സ് വെഞ്ചൻസ്. അത് യഹോവ പ്രതികാരം നടത്തുന്ന ദിവസവും, യഹോവ പ്രതികാരം നടത്തുന്ന ദിവസത്തിന്റെ വിവരമാ നമ്മൾ വായിച്ചത്. ആ ദിവസം അടുത്തോണ്ടിരിക്കുന്നു. ദൈവസഭ കർത്താവിന്റെ വരവ്, രഹസ്യവരവിന് കാത്തിരിക്കുന്നു. സഭ ഇവിടുന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞ 7 വർഷം മഹാ ഉപദ്രവ കാലത്തിൽ എതിർ ക്രിസ്തു ആയിരിക്കും വാഴുന്നത്. അതിൻ്റെ ഒടുവിലത്തെ നിമിഷങ്ങളിൽ കർത്താവായ യേശു തന്നെ ഒലിവ് മലയിൽ ഇറങ്ങി വന്ന് ആ പ്രതികാരം ചെയ്യുന്നത് അതിൻ്റെ വിവരമാണ്. നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം ധ്യാനിച്ചപ്പം നമ്മൾ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചതാ. അന്നേരം കർത്താവായ യേശു മനുഷ്യനോട് പ്രതികാരം ചെയ്യുന്ന ദിവസം, അർമഗദോൻ യുദ്ധം. സോ നമ്മൾ ഇന്ന് ഈ വിഷയം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം സകല ജാതിനോട് തൻ്റെ സന്ദേശം അറിയിക്കുമ്പോൾ എന്നോടെന്താ ഈ വചനത്തിന്റെ പ്രത്യേകത? ദൈവത്തിന് ഇത്രയും കോപം എന്തിന്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നീതിമാനാ, ദൈവം ന്യായമാ. ന്യായം പറഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ശിക്ഷയുണ്ട്. പാപിയായ മനുഷ്യൻ എപ്പോഴും ന്യായം തീന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത്. കാരണം പാപിയല്ലയോ? പാപം ഉള്ളവൻ മനുഷ്യൻ ഒരിക്കലും പാപത്തെ പാപമായിട്ട് പറയത്തില്ല. പാപത്തെ അവര് ഒരു കുറവായിട്ടാ അല്ലെങ്കിൽ ബലഹീനതയായിട്ടാ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവിടുത്തെ MP-മാരെല്ലാം ഒരു ടീഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു സ്ത്രീയുടെ പേരും പ്രായം 124 എഴുതിയത്. അതെല്ലാം ഇട്ടുകൊണ്ട് അവർ അവിടെ നിൽക്കുകയായിരുന്നു. അന്നേരം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് അതൊരു എററാ. ഒരു സ്ത്രീയുടെ വയസ്സ് 124.
അതിനൊരു എററായിട്ടാണോ പറയുന്നത്? അങ്ങനെ മനുഷ്യൻ അവന് തെറ്റുകളായിട്ടല്ല, പാപത്തെ അവൻ ഒരു അബദ്ധമായിട്ടാ പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ന്യായത്തിന്റെ ഗൗരവം നമ്മുടെ മുമ്പേ വെളിപ്പെടുത്തുക. ഏദൻ തോട്ടത്തിൽ മനുഷ്യനോട് ദൈവം സ്പഷ്ടമായി പറഞ്ഞായിരുന്നല്ലോ, നീ ആ ഫലം ഭക്ഷിക്കുന്ന നാളിൽ മരിക്കും നിശ്ചയം. മനുഷ്യനെ, ആദാമിനെ ഹവ്വയെ തോട്ടത്തിൽ നിന്ന് വെളിയിൽ ഇറക്കിയല്ലോ, അവരെ ശപിച്ചല്ലോ. പാപിയായ മനുഷ്യന് ഈ വിഷയം ദഹിക്കാൻ, സ്വീകരിക്കുവാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. പാപിയായ മനുഷ്യൻ ചിന്തിക്കുന്ന, ഒരു ഫലം തിന്നുന്നതിന് ഇത്രയും വലിയ ശിക്ഷയോ? ഇതാണോ ദൈവം? കാരണം നമുക്ക് ഒരു ഫലം പറിക്കുന്നത്, ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്നത് അതൊരു വലിയ വിഷയമല്ല. അതൊരു ചെറിയ വിഷയമാണ്. ഇന്ന് ഒത്തിരി വിശ്വാസികളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടം പ്രകാരം ജീവിക്കും. പിന്നെ ദൈവസന്നിധിയിൽ വന്ന് പറയുന്നത്, എന്നെ ക്ഷമിക്കണം, എന്നെ ക്ഷമിക്കണം. ദൈവത്തെ പരിഹസിച്ചുകൂടാ. നമ്മൾ വിതയ്ക്കുന്നത് തന്നെ നമ്മൾ കൊയ്യുമല്ലോ. സ്പഷ്ടമായി ദൈവവചനം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അറിയാൻ വയ്യായിരുന്നോ ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിക്കുകയാണ്? പിന്നെ എന്തിനാ ക്ഷമ ചോദിക്കുന്നത്? കാരണം നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്ത, ദൈവം ക്ഷമിക്കും, ദൈവം സ്നേഹവാൻ, ഒന്ന് കരഞ്ഞ് കാണിച്ചാൽ മതി, ദൈവം ക്ഷമിക്കുന്നേ. ഇവിടെ ദൈവത്തിന്റെ ഉഗ്ര കോപത്തെ കുറിച്ചാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവരുടെ ഹതന്മാരെ എറിഞ്ഞു കളയും, അവരുടെ ശവങ്ങളിൽ നിന്ന് നാറ്റം പുറപ്പെടും, അവരുടെ രക്തം കൊണ്ട് മലകൾ ഒഴുകിപ്പോകും. ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുമാറാകട്ടെ. കർത്താവായ യേശു ആലയത്തിൽ കയ്യിൽ ചാട്ടവാർ എടുത്തു, ആലയത്തെ ശുദ്ധീകരിച്ചു. ആ ദൃശ്യമൊന്ന് നോക്കിയേ. ആരെയും കൊന്നില്ല, പക്ഷെ ചാട്ടവാർ എടുത്ത് എത്ര എണ്ണത്തിനെ അന്ന് തല്ലി കാണും. എങ്ങനെങ്കിലും ആലയത്തിൽ നിന്ന് ഇവരെ എല്ലാം വെളിയിലിറക്കി. 2-ാം വരവില് ചാട്ടവാറാണോ കയ്യില്? അടിക്കാനാണോ വരുന്നത്? ആ തീഷ്ണതയൊന്ന് കണ്ടേ, കൊന്നിട്ട് ശവങ്ങളെ എറിയുക. ആര്? സൃഷ്ടികർത്താവ്. ഒലീവ് മലയിൽ ദൈവസഭയുടെ കൂടെ ഇറങ്ങിയിട്ട്, ദൂതന്മാരുടെ സംഖ്യയുടെ കംപ്ലീറ്റ് സൈന്യത്തിന്റെ കൂടെ ഇറങ്ങിയിട്ടും സ്വയമേ യുദ്ധം ചെയ്യുക, കൊന്നിട്ട് എറിയുക. അവരുടെ രക്തം കാരണം അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, മലകൾ ഒഴുകിപ്പോകുന്നു. മഴവെള്ളം കാരണമല്ല, അന്ന് നടക്കാൻ പോകുന്ന സംഹാരം. എത്ര ജനത്തെ ആയിരിക്കും അന്ന് കൊല്ലുന്നത്? നിത്യ നരകത്തിൽ ഇടുന്നതിന് മുമ്പത്തെ കാര്യങ്ങളായത്. എന്താ ഇത്രയും ദൈവത്തിന് കോപം? മനുഷ്യ, നിന്നെ ഞാൻ ഉണ്ടാക്കിയത് എന്റെ പദ്ധതിക്കാ. നമ്മൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും വിശ്വാസികൾ, പക്ഷെ ദൈവത്തിന്റെ ആ ഉഗ്ര കോപത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം സ്വരൂപവും സാദൃശ്യത്തിൽ സൃഷ്ടിച്ച ആ കർത്താവ് തന്നെ വാളെടുത്ത് വെട്ടുക. നമുക്കത് ഒന്ന് ഗ്രഹിക്കാൻ കഴിയുമോ? ആ ഗൗരവം നമുക്ക് മനസ്സിലായാൽ എത്ര ഭയത്തോടും വിരലോടും നമ്മൾ ദൈവത്തെ ആരാധിക്കും, സേവിക്കും.
അതിന്റെ താഴെ എഴുതിയിട്ടുണ്ടത് 4-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും, ആകാശത്തിന്റെ സൈന്യങ്ങളെല്ലാം അലിഞ്ഞു പോകും. അതെങ്ങനെ? ദൈവത്തിന്റെ ഉഗ്ര കോപ ദിവസത്തിൽ ആകാശത്തിന്റെ സൈന്യങ്ങൾ അലിഞ്ഞു പോകുമോ? അതിന്റെ താഴെ ആകാശവും ഒരു ചുരുൾ പോലെ ചുരുണ്ടുപോകും, ആകാശവും ചുരുണ്ടു പോകും. അതിലെ സൈന്യമൊക്കെയും മുന്തിരിവള്ളിയുടെ ഇല വാടിപ്പൊഴിയുന്നത് പോലെയും ആഹാ, അത്തിവൃക്ഷത്തിന്റെ കായ് വാടിപ്പൊഴിയുന്നത് പോലെയും പൊഴിഞ്ഞു പോകും. പൊഴിഞ്ഞു പോകും. 5-ാമത്തെ വാക്യം. എന്റെ വാൾ സ്വർഗത്തിൽ ലഹരിച്ചിരിക്കുന്നു, ആഹാ, അത് ഏദോമിന്മേലും ആ. എന്റെ ശപഥാർപ്പിത ജാതിയുടെ മേലും ന്യായവിധിക്കായി ഇറങ്ങി വരും. ഇവിടെ ഏദോം എന്ന് എഴുതിയേക്കുന്നതിന്റെ കാരണം, ഏദോം പറഞ്ഞാൽ ആര്? ദൈവജനം ഇസ്രായേൽ, യാക്കോബിന്റെ മക്കളുടെ അടുത്ത് താമസിക്കുന്ന ജാതിയ, അവരുടെ അയലൊക്കക്കാരനാ. ഏറ്റവും അടുത്ത് താമസിക്കുന്ന ഏദോം. ഏദോം പറഞ്ഞ ഏസാവിന്റെ തലമുറയാ. യാക്കോബിന്റെ തലമുറയും ഏസാവിന്റെ തലമുറയും ഇവർ തമ്മിലുള്ള ശത്രുത. സോ ഏദോമിനെ ഇവിടെ ജാതികൾക്ക് വേണ്ടി ഒരു പ്രതിനിധിയായിട്ടാണ് നിർത്തിയേക്കുന്നത്. ദൈവം ഏദോമിനോട് സംസാരിക്കുമ്പോൾ സകല ജാതികളോട് സംസാരിക്കുക. അവിടെ താഴെ ബോസ്ര പറഞ്ഞ ഒരു സ്ഥലം എഴുതിയിട്ടുണ്ട്. അതിന്റെ 6-ാമത്തെ വാക്യം. ബോസ്ര പറഞ്ഞാൽ ഏദോമിന്റെ തലസ്ഥാനം. അവിടെ ദൈവം എന്തോ വെച്ചിട്ടുണ്ട്? വായിച്ചേ അതിന്റെ 6-ാമത്തെ വാക്യം. യഹോവയുടെ വാൾ രക്തം പുരണ്ടും ആഹാ, കൊഴുപ്പ് പൊതിഞ്ഞും ഇരിക്കുന്നു, കൊഴുത്തു പൊതിഞ്ഞിരിക്കുന്നു. കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ടും ആഹാ, ആട്ടുകൊറ്റന്മാരുടെ മൂത്രപിണ്ഡങ്ങളുടെ കൊഴുപ്പ് കൊണ്ടും തന്നെ ആഹാ, യഹോവയ്ക്ക് ബൊസ്രയിൽ ഒരു യാഗവും ആഹാ. ഏദോം ദേശത്ത് ഒരു മഹാസംഹാരവുമുണ്ട്. ബോസ്രയിൽ ഒരു യാഗവും. നമ്മൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ദൈവത്തിന്റെ നീതി, ന്യായം പറയുമ്പോൾ പാപത്തിന്റെ ശമ്പളം മരണം പറഞ്ഞാൽ രക്തം അവിടെ ഒഴുകണം. കാരണം ദൈവത്തിന്റെ പ്രമാണത്തെ ലംഘിച്ചാൽ രക്ഷപ്പെടാൻ അവസരം ഇല്ല. യാഗം, ഇവിടെ ബോസ്രയിൽ ഒരു യാഗം ഒരുക്കിയിട്ടുണ്ട്. ആ രക്തം ഒഴുകിയാൽ മാത്രമേ ന്യായം നിലനിൽക്കത്തുള്ളൂ. ക്ഷമിച്ചാൽ ന്യായം നിലനിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ആ യാഗം എഴുതിയേക്കുന്നത്. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ എത്ര സ്തുതിക്കേണ്ടതാ, ദൈവത്തെ എത്ര ആരാധിക്കേണ്ടതാ, എത്ര താഴ്മയുള്ളവരായിരിക്കേണ്ടതാ നമ്മൾ. കാരണം നമ്മൾ യാഗമാകേണ്ടിയവരായിരുന്നു. കൃപയാൽ നമ്മുടെ പകരമായി ഒരുവൻ യാഗമായി. നമ്മുടെ രക്തം ചൊരിയേണ്ടിയതായിരുന്നു. ദൈവത്തിന്റെ ഉഗ്ര കോപത്തിൽ നമുക്ക് ക്ഷമ കിട്ടിയത് അത് നമ്മുടെ അവകാശം അല്ല, അത് നമ്മുടെ അധികാരം അല്ല. കഴിഞ്ഞ ദിവസം നിങ്ങൾ ന്യൂസിൽ കേൾക്കുന്നുണ്ടല്ലോ, ഇപ്പൊ അമേരിക്കയിൽ പോണെങ്കിൽ വീസയുടെ കാര്യം. അമേരിക്കൻ ഗവൺമെന്റ് പിന്നെയും പറയുന്നത് വീസ നിങ്ങളുടെ അധികാരമല്ല, ഗ്രീൻ കാർഡ് നിങ്ങളുടെ അധികാരമല്ല, അത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തന്നേക്കുന്ന ഞങ്ങളുടെ ഒരു പ്രിവിലേജാ. നിങ്ങൾക്ക് അവകാശം പറയാൻ ഒക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ക്ഷമ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദൈവത്തിന്റെ കൃപ നമ്മുടെ അവകാശമല്ല. ഇത് ഒത്തിരി വിശ്വാസികളുടെ ചിന്ത, അവരുടെ നടപ്പും അവരുടെ പ്രവൃത്തികളും ചെറുപ്പക്കാരുടെ നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ദൈവമക്കൾ, ഞങ്ങളുടെ അവകാശമാ, കൃപയാല. ആ ഉഗ്ര കോപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത് ദൈവത്തിന്റെ കൃപയാ. അതുകൊണ്ട് നമ്മൾ എത്ര ഭയത്തോടും താഴ്മയോടും വേണം ദൈവത്തെ സേവിക്കേണ്ടത്.
ഇന്നത്തെ തലമുറയ്ക്ക് ദൈവ ഭയമില്ലല്ലോ. ദൈവസന്നിധിയിൽ ആരാധിക്കാൻ വരുമ്പോൾ ഓരോരുത്തരുടെ വേഷമോ അവരുടെ മനസ്സിന്റെ ചിന്തയോ പറയേണ്ട ആവശ്യമില്ല. ഇന്ന് ചിലർക്ക് വേദോസ്തം എടുത്തുകൊണ്ട് ആരാധനയ്ക്ക് വരാൻ തന്നെ ഭയങ്കര പ്രയാസമാണ്. ദൈവത്തെ ആരാധിക്കാൻ വരിക, ദൈവത്തിന്റെ വിശുദ്ധ വചനം കയ്യിലെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഈ നമ്മൾ 34-ാമത്തെ അധ്യായം ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആ ഉഗ്ര കോപത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടില്ലയോ പറഞ്ഞ അടുത്ത് വന്നേ, ഒന്ന് കേട്ടേ എന്റെ ഉഗ്രകോപം. താഴെ അതിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടുത്തെ തോടുകൾ കീലായും മണ്ണ് ഗന്ധകമായും നിലം കത്തുന്ന കീലായും ഭവിക്കും. രാവും പകലും അത് കെടുകയില്ല. രാവും പകൽ അത് കെടുകയില്ല. അതിന്റെ പുക സദാകാലം പൊങ്ങിക്കൊണ്ടിരിക്കും. തലമുറ തലമുറയായി അത് ശൂന്യമായി കിടക്കും. സോ ഇവിടെ നമ്മൾ മേളിൽ ചില മൃഗങ്ങളുടെ പേര് വായിച്ചല്ലോ. അതിന്റെ അർത്ഥം യാഗങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്ന മൃഗങ്ങൾ. ദൈവം മനുഷ്യനെ യാഗമായി ആയിരിക്കും അർപ്പിക്കുന്നത്. ദൈവത്തിന്റെ ആ കോപം ആർക്ക് നേരെ നിൽക്കാം? നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അർമഗദോൻ യുദ്ധത്തിന്റെ സമയത്ത് മനുഷ്യന്റെ രക്തം കുതിരയുടെ ആ മൂക്കുവെള്ളം എത്തുന്നേ, മഴവെള്ളമല്ല. അന്ന് ഈ ഭൂമി ദൈവത്തിന്റെ ഉഗ്ര കോപം കാണും. അതിന്റെ താഴെ ലോകത്തിന്റെ സൈന്യങ്ങളെല്ലാം വരും. നമ്മൾ മേളി വായിച്ചല്ലോ അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ. മനുഷ്യൻ അന്നേരം അമേരിക്ക, ചൈന, ഇന്ത്യ, ജപ്പാൻ എല്ലാരും ഒന്നിച്ചു വരും. അങ്ങനെ ശത്രു ഒരാളാ. ആര്? ക്രൂശിൽ പണ്ട് തൂങ്ങിയവൻ ഇതാ വന്നേക്കുന്നു. എവിടെ? സ്വർഗാരോഹണം ചെയ്ത ആ ഒലിവ് മലയിൽ തന്നെ ഇറങ്ങി വന്നിരിക്കുന്നു. കഴുതയുടെ പുറത്തല്ല വന്നേക്കുന്നത്. ദൈവത്തിന്റെ പ്രതികാര ദിവസമായത്. അന്നേരം ലോകത്തിന്റെ സൈന്യങ്ങൾ അവരുടെ ന്യൂക്ലിയർ വെപ്പൺസും പട്ടാളവും ടാങ്കും പ്ലെയിനും ഷിപ്പും വെച്ചുകൊണ്ട് എന്തോ ചെയ്യുന്നേ. നമ്മുടെ ഒത്തിരി ആയുധങ്ങൾ ഉണ്ടല്ലോ, ഒത്തിരി ഉണ്ട്. എന്നാ എല്ലാം എടുത്തോണ്ടൊന്ന് ഇറങ്ങ. എന്താ ഇത്ര പ്രതികാരം? മനുഷ്യ, ഈ ഭൂമി എന്റേതാ, ഈ സൃഷ്ടി എന്റേതാ, നിന്റേതല്ല. ഞാൻ നിന്നെ മണ്ണോണ്ട് ഉണ്ടാക്കി ഇവിടെ കുറച്ചു നാളത്തേക്ക് വെച്ചതാ. ഇത് നിന്റേതല്ല, നിന്റെ സ്വത്തല്ല, ഇത് എന്റേതാ. എന്റെ ഹിതത്തിനു വേണ്ടി, എന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ ഈ സൃഷ്ടി. പ്രിയ ചെറുപ്പക്കാരൻ, നമ്മൾ ഓരോരുത്തരും ആ ദൈവത്തിന്റെ ആ സ്വഭാവത്തെ മനസ്സിലാക്കിയാൽ ദൈവനാമം നമ്മുടെ ജീവിത മുഖാന്തരം മഹത്വപ്പെടുന്നത് നമുക്ക് കാണാം. ഇവിടെ താഴെ വായിച്ചേ അതിന്റെ 11 തൊട്ട്. വേഴാമ്പലും മുള്ളൻ പന്നിയും അതിനെ കൈവശമാക്കും, മൂങ്ങയും മലങ്കാക്കയും അതിൽ പാർക്കും. അവൻ അതിന്മേൽ പാഴിന്റെ നൂലും ശൂന്യത്തിന്റെ തൂക്കുകട്ടിയും പിടിക്കും. അതിലെ കുലീനന്മാർ ആരും രാജ്യത്വം ഘോഷിക്കയില്ല. അതിലെ പ്രഭുക്കന്മാർ എല്ലാവരും നാസ്തിയായി പോകും. അതിന്റെ അരമനകളിൽ മുള്ളും അതിന്റെ കോട്ടകളിൽ തൂവയും ഞെരിഞ്ഞിലും മുളയ്ക്കും. അത് കുറുക്കന്മാർക്ക് പാർപ്പിടവും ഒട്ടകപ്പക്ഷികൾക്ക് താവളവുമാകും. ഒരു മൃഗങ്ങളും ചെന്നായ്ക്കളും തമ്മിൽ എതിർപ്പെടും. വനഭൂതം വനഭൂതത്തെ വിളിക്കും. അവിടെ വേതാളം കിടക്കുകയും വിശ്രാമം പ്രാപിക്കുകയും ചെയ്യും. അവിടെ അസ്ത്രനാഗം കൂടുണ്ടാക്കി മുട്ടയിട്ട് പൊരുന്നി കുഞ്ഞുങ്ങളെ തന്റെ നേളിൻ കീഴെ ചേർത്തുകൊള്ളും. അവിടെ പരുന്ത് അതതിന്റെ ഇണയോട് കൂടും. യഹോവയുടെ പുസ്തകങ്ങളിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതിരിക്കയില്ല, ഒന്നിനും ഇണയില്ലാതെ ഇരിക്കയില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. അവൻ അവയ്ക്കായി ചീട്ടിട്ട് അവന്റെ കൈ അതിനെ അവയ്ക്ക് ചരടുകൊണ്ട് വിഭാഗിച്ചു കൊടുത്തു. അവ സദാകാലത്തേക്കും അതിനെ കൈവശമാക്കി തലമുറ തലമുറയായി അതിൽ പാർക്കും. സോ ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗം ദൈവം
ദൈവത്തിന്റെ പ്രതികാര ദിവസത്തിൽ ഈ ഭൂമിയുടെ സ്ഥിതി എന്തുവായിരിക്കും? നമ്മൾ ഇന്ന് നോക്കിയാൽ നമ്മുടെ എത്ര വലിയ വലിയ പട്ടണങ്ങളുണ്ട്. ഉദാഹരണമായി ന്യൂയോർക്ക് ദൂരെ നിന്ന് കണ്ട എത്ര വലിയ പട്ടണമാ, എത്ര വലിയ വലിയ ഗോപുരങ്ങൾ. ആ അഹങ്കാരമുണ്ടല്ലോ. ഇതാ ന്യൂയോർക്ക്, അടുത്തത് ലോസ് ആഞ്ചലസ്, അങ്ങനെ ലണ്ടൻ, ഹോങ്കോങ്, ടോക്കിയോ, ബ്രസൽസ്, ഫ്രാങ്ക്ഫർട്ട്, ബെർലിൻ പറഞ്ഞ് ഓരോന്ന് ഇങ്ങനെ കിടക്കുകയല്ലയോ, വലിയ വലിയ പട്ടണങ്ങൾ. ഇന്ത്യയിലാണെങ്കിൽ ബോംബെ, കൊച്ചി, ഡൽഹി. നമ്മൾ ഈ പട്ടണങ്ങളിൽ ഉദാഹരണമായി മെട്രോയിൽ പോകുമ്പോൾ കാണാൻ എത്ര രസമാണ്. മെട്രോയുടെ 2 സൈഡിലും വലിയ ജനലുണ്ട്. നമ്മൾ അതിൽ നോക്കുമ്പോൾ വലിയ പട്ടണമാ. എങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത്. മനുഷ്യൻ പറയുന്നത് ഞങ്ങൾ പുരോഗമിക്കുക, ഞങ്ങൾ ഡെവലപ്മെന്റ് ചെയ്യുക, ഞങ്ങൾ ഒത്തിരി ഇംപ്രൂവ്മെന്റ് ചെയ്തു, ഒത്തിരി കാര്യങ്ങളിൽ ഞങ്ങൾ ഇനി എത്ര മുന്നോട്ട് വന്നു കഴിഞ്ഞു. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ദൈവം, മനുഷ്യന്റെ പദ്ധതിയിൽ ദൈവമില്ല. ഞങ്ങൾ ചെയ്തോളാം. മെട്രോ ഉണ്ടാക്കി, വലിയ വലിയ എയർപോർട്ട്സ്, വലിയ വലിയ ഹൈവേസ്, എത്ര കാര്യങ്ങളാ ചെയ്യുന്നത്. ദൈവത്തിന്റെ പ്രതികാര ദിവസത്തിന്റെ വിവരമാ ദൈവാത്മാവ് ഇവിടെ എഴുതിയേക്കുന്നത്. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ എഴുതിയേക്കുന്നത്, സീക്ക് ye out of the book of the Lord and read. No one of these shall fail. മലയാളത്തിൽ, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതിരിക്കയില്ല. ഇന്ന് നമ്മൾ കാണുന്ന ഈ സൗന്ദര്യമായ ഭൂമി വരാൻ ദിവസങ്ങളിൽ മനുഷ്യൻ അത് കാണത്തില്ല. മൃഗങ്ങളായിരിക്കും ഈ പട്ടണങ്ങളിൽ, ഈ വലിയ വലിയ പട്ടണങ്ങളിൽ മൃഗങ്ങളായിരിക്കും അവിടെ താമസിക്കുന്നത്. ഭരിക്കാൻ പോലും ആരുമില്ല. ആ ദൃശ്യം എങ്ങനെ? ആകാശത്ത് നിന്ന് ഗ്രഹങ്ങളില്ലയോ വീഴുന്നത്? മനുഷ്യന്റെ നേട്ടം, മനുഷ്യന്റെ ഡെവലപ്മെന്റ് ആ പ്രതികാര ദിവസത്തിന്റെ ഒടുവിൽ വരുമ്പോൾ, മനുഷ്യ നിന്റെ ഡെവലപ്മെന്റിന്റെ മിച്ചം എന്ത്? വലിയ വലിയ കൊട്ടാരവും വീടുകൾ നമ്മൾ ഉണ്ടാക്കി, താമസിക്കാൻ മനുഷ്യനില്ല. വലിയ വലിയ പട്ടണങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്, മെട്രോ, ബാക്കി എല്ലാം ഉണ്ടാക്കി, മനുഷ്യനില്ല. ദൈവത്തിന്റെ പ്രതികാര ദിവസം ദൈവത്തെ മാറ്റിവെച്ച് മനുഷ്യൻ ഒത്തിരി കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ദൈവം തൻ്റെ സൃഷ്ടിയെ കൈവിടത്തില്ല. ഒരു വലിയ പദ്ധതി വെച്ചിൽ ഇതെല്ലാം ആരംഭിച്ചത്. ഭൂമി മാത്രമല്ലല്ലോ, വേറെ എത്ര ഗ്രഹങ്ങൾ ദൈവമുണ്ടാക്കി. പക്ഷെ വിഷയം ഇവിടെ, ദൈവത്തിന്റെ പ്രതികാരത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മനുഷ്യൻ ഒറ്റയൊരു മാർഗമേ ഉള്ളൂ. നമുക്ക് വേണ്ടി യാഗമായ ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം രക്ഷകനും കർത്താവായി സ്വീകരിച്ചില്ലെങ്കിൽ നമ്മളൊരു യാഗമായി തീരും. നമ്മളെ യാഗമായിട്ടായിരിക്കും അർപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ വില മനസ്സിലാക്കണം. ഞാൻ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നത് എൻ്റെ പദ്ധതികൾക്ക് വേണ്ടിയല്ല, എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല. എന്നെ ഉണ്ടാക്കിയവന്റെ ഹിതം, എന്നെ സൃഷ്ടിച്ചവന്റെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ നിറവേറിയാൽ മതി. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കുറച്ചു നേരം കേട്ട വചനം ഒന്ന് ധ്യാനിക്കാം. കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവര് നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ. ആ പ്രായശ്ചിത്ത ദിവസത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടവരാ. നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ ചേർക്കുവാൻ നമ്മുടെ മണവാളൻ
വരാറായി. പക്ഷെ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, യേശുവിനെ കർത്താവായി രക്ഷിതാവായി ഞാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ദൈവഹിതപ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത്? ഏദൻ തോട്ടത്തിൽ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു, മനുഷ്യൻ ശാപത്തിന്റെ കീഴിൽ വന്നു. ഭയത്തോടും വിരലോടും വേണം നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ, സേവിക്കാൻ. ഞാൻ സ്നാനപ്പെട്ടതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറുന്നുണ്ടോ? എൻ്റെ ജീവിതം കണ്ട് ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ഞാൻ ദൈവവേലയ്ക്ക് എത്ര പൈസ കൊടുത്തു അതല്ല വിഷയം. ഞാൻ ദൈവഹിതപ്രകാരമാണോ ജീവിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുവരെ കർത്താവായ യേശുവിനെ സ്വന്തം കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ദൈവം നമുക്കൊരവസരം നൽകുന്നു. ദൈവം നിർബന്ധിക്കത്തില്ല. എന്റെ സൃഷ്ടിതാവിന്റെ ഹിതം അനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന ഒരു തീരുമാനമുണ്ടോ? അതോ എനിക്ക് എന്റെ ഹിതപ്രകാരം ജീവിച്ചാൽ മതി? അതാണോ എന്റെ ആഗ്രഹം? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഹല്ലേലൂയ. വാ തുറന്ന് കർത്താവിനോട് നമുക്ക് സംസാരിക്കാം. ഭൂമിയിലുള്ളവര് ഇന്നത്തെ ലോകം, ഇന്നത്തെ വാർത്തകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഓരോ പോളിസി ഉണ്ടാക്കുന്നത്, ഓരോ പ്ലാനിങ് ചെയ്യുന്നത്, അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റ് ചിന്തിച്ചേക്കുന്നത് ഞങ്ങൾ വലിയ അധികാരമുള്ളവര്, ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഒലിവ് മലയിൽ തീരുമാനിക്കുന്നവൻ ഇറങ്ങുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ്, റഷ്യൻ പ്രസിഡന്റ് എവിടെയായിരിക്കും? എതിർ ക്രിസ്തു എവിടെയായിരിക്കും? എതിർ ക്രിസ്തു ഭരണം ആരംഭിക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നത് ഇനി ഞാനാ തീരുമാനിക്കുന്നത്, ഇനി എന്റെ ഹിതമായിരിക്കും നിറവേറുന്നത്. 7 വർഷത്തിന്റെ ഒടുവിലത്തെ സമയത്ത് ക്രിസ്തു ഇറങ്ങുമ്പോൾ എതിർ ക്രിസ്തു അവന്റെ സൈന്യത്തിന്റെ കൂടെ വരും യുദ്ധം ചെയ്യുവാൻ. അതിന്റെ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിച്ചത്, വായിച്ചത്. എന്റെ കൂടെ വസിക്കുന്നവൻ ആര്? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന്റെ നന്മകൾ അനുഭവിക്കുന്നുണ്ട്. അത് നമ്മുടെ അവകാശമല്ല, ദൈവത്തിന്റെ കൃപ മാത്രം. ദൈവത്തിന്റെ കൃപ മാത്രം. അത് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മളെ തന്നെ ദൈവഹിതത്തിനു വേണ്ടി നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വചനം മുഖാന്തരം നീ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, നിന്നെ അറിയുവാൻ നീ ഞങ്ങൾക്കിങ്ങനെ അവസരം ഒരുക്കി തന്നതിനായി സ്തോത്രം. നിന്റെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഭയത്തോടും വിരലോടും നിന്നെ സേവിപ്പാൻ, നിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഇന്നായിരിക്കുന്നത് നിന്റെ കൃപ മാത്രം, അഹങ്കരിക്കാൻ ഒന്നുമില്ല. കർത്താവേ, സ്തോത്രം. ഞങ്ങളെ കാണുന്നവൻ ക്രിസ്തുയുടെ മഹിമ മാത്രം കണ്ടാ മതി. കർത്താവെ, നീ ഇന്നുവരെ ഞങ്ങളെ നടത്തിയതിനായി സ്തോത്രം. ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. വരുന്ന ദിവസങ്ങളിൽ പിതാവെ, നിന്റെ ഹിതം മനസ്സിലാക്കി ഓരോ തീരുമാനങ്ങൾ എടുത്ത് നിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ചെയ്തെല്ലാം നന്മകൾക്കായി സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇംഗ്ലണ്ടിന്റെ പ്രദേശത്തിൽ പ്രവർത്തിക്കുവാൻ
കർത്താവെ, നിന്റെ വചനം എടുത്ത് ശുശ്രൂഷിപ്പാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകിയതിനായി സ്തോത്രം. എവിടെയൊക്കെ വചനത്തിന്റെ വിത്ത് പാകിയിട്ടുണ്ട് കർത്താവെ, 100 മടങ്ങ് ഫലം കായ്ക്കുവാൻ നീ സഹായിക്കണമേ. ഈ ഒടുവിലത്തെ ആഴ്ചയും ഞങ്ങൾ ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ കർത്താവെ, നിന്റെ നാമത്തിന്റെ മഹത്വം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാ മാനമഹത്വവും നിനക്കായി അർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിടെ കൂട്ടായ്മ നമ്മൾ ഓരോരുത്തരുടെ കൂടെ നമ്മുടെ കർത്താവിന്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം ഇന്നുവരെ സഹായിച്ചു. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറണം.